സാർ നമസ്കാരം. നമസ്കാരം. ഇവിടെ നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള SFI അന്വേഷണമൊക്കെ വരുമ്പോൾ എന്താ പറയാ, തുടരും പൊട്ടിച്ചോടുന്ന പോലത്തെ പ്രവണതയാണ് കാണുന്നത്. എന്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്റെ രക്തം ഉടനെയൊന്നും ഞാൻ തരൂല, ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയും. അപ്പോഴാണ് മറ്റൊരു കേസ് ആ, മറ്റൊരു തരത്തിൽ വരുന്നത്. അതായത് നാഷണൽ ഹെറാൾഡ് കേസ്. കുറച്ച് നാളുകളായിട്ട് ഇതേക്കുറിച്ച് സംസാരമില്ല. ഒരു ഘട്ടത്തിൽ ഇത് വളരെ ചർച്ചാ വിഷയമായിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോഴതില്ല. പക്ഷേ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് 700 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ED ആരംഭിച്ചിരിക്കുകയാണ്. ഈ രണ്ട് കേസുകൾ ഒന്ന് താരതമ്യം ചെയ്ത് പറയാമോ സർ? ഈ രണ്ട് കേസുകളും നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം മുൻകൂട്ടി ഞാൻ പറയാം. ഇത്രയും കാലം BJP ഗവൺമെന്റിനെതിരെയും കേന്ദ്രത്തിനെതിരെയും നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കേസുകൾ വെച്ച് താമസിപ്പിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ഒത്തുകളിക്കുന്നു? അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അല്ലെ മകൾക്കെതിരെ ഒക്കെയുള്ള കേസുകൾ കേന്ദ്രത്തിലെ BJP സർക്കാർ വെച്ച് താമസിപ്പിക്കുന്നത് CPM-ഉം പിണറായി വിജയനുമായിട്ടുള്ള ഡീലാണ്, പിണറായി വിജയനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു ആരോപണം അന്തരീക്ഷത്തിൽ കേൾക്കുന്നുണ്ട്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് എന്നറിയാമെങ്കിലും ആടിനെ പട്ടിയാക്കുന്നത് പോലെ ആവർത്തിച്ച് ചോദിക്കുന്ന ഈ ഒരു ശൈലി നമ്മുടെ പൊതുരംഗത്ത് കാണുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇനി പറയാൻ പോകുന്നത് നേരെ തിരിച്ചായിരിക്കും. എന്തിനാണ് ഇത്ര തിടുക്കം? ഇപ്പോൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അസംബ്ലി വരുന്നത് കൊണ്ടാണോ? ഇത്ര തിടുക്കപ്പെടേണ്ട കാര്യം എന്താണ്? എത്രയോ കാലമായ കേസുകൾ വേറെ കിടപ്പുണ്ട്, എന്നിട്ട് ഈ കേസ് എന്താണ് ഇപ്പോൾ ഇത്ര സ്പീഡായത്? ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് കേസുകൾ താമസിച്ചാൽ വെച്ച് താമസിപ്പിക്കുന്നത് ഡീലാണ്, കേസുകൾക്ക് വേഗത കൂടിയാൽ അതിന് വേറെന്തോ ഉദ്ദേശമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംശയം ഇത് കൊണ്ടുവരുന്നതിന്റെ കാരണം, ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തിൽ നമുക്കറിയാം തലമുറകളായിട്ട് കെട്ടിക്കിടക്കുന്ന കേസുകളുണ്ട്. 5.5 കോടി കേസുകളാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് ഇന്ത്യയിൽ. 5.5 കോടി. അപ്പോൾ ഈ ഓരോ കേസിന്റെയും കാലതാമസം ഓരോ രീതിയിലായിരിക്കും. അത് ജുഡീഷ്യറിയാണ് തീരുമാനിക്കേണ്ടത്. അതിലൊരിക്കലും എക്സിക്യൂട്ടീവിന് കൈകടത്താൻ പറ്റില്ല. അന്വേഷണ ഏജൻസികൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത് താമസിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ അന്വേഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ, അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ എന്തുകൊണ്ടാണ് താമസിക്കുന്നത് എന്ന് നമുക്കും ചോദിക്കാം. അപ്പൊ ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭ അടങ്ങുന്ന എല്ലാവരും പ്രതിക്കൂട്ടിലാകാൻ പോകുന്ന ഒരു കേസാണ് ഈ പറഞ്ഞ SFIO അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ്. അതിൽ കൃത്യമായും സംസ്ഥാന ഗവൺമെന്റിന് 13.7% ഷെയർ ഉള്ള ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു തട്ടിപ്പാണ്. ആ തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ മകൾ സർവീസ് കൊടുത്ത് പണം വാങ്ങി എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ എന്ത് സർവീസാണ് കൊടുത്തത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. MP ഗോവിന്ദനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞത്, അതെന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? സർവീസ് കൊടുത്തവർക്കും സർവീസ് വാങ്ങിയവർക്കും പരാതിയില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് പരാതിപ്പെടുന്നത്? നമ്മുടെ പണമെടുത്താണ് ഇവർ സർവീസ് കൊടുത്തു വാങ്ങി എന്നൊക്കെ പറയുന്നത്. പൊതുഖജനാവിലെ പണം എടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പൊതുഖജനാവിന് 25 കോടി രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പൊതുസ്ഥാപനത്തിന്റെ പണമാണ്. ഇതൊന്നും ഈ പറയുന്ന പാർട്ടിയോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ കണക്കിലെടുക്കുന്നില്ല. അപ്പോൾ പറയുന്നത് എന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്നാണ്. ഇനിയിപ്പോൾ ഡൽഹിയിൽ നിന്നും കേൾക്കാൻ പോകുന്ന ഇതാണ്, നാഷണൽ ഹെറാൾഡ് കേസിൽ 700 കോടി അടയ്ക്കണമെങ്കിൽ പാപ്പരായ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ പാവങ്ങളാണ്, പൊതുപ്രവർത്തകരാണ് എന്ന് പറഞ്ഞുള്ള നിലവിളി ഡൽഹിയിൽ നിന്നും വരും. അപ്പൊ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരേ നിലവിളി ഉയരാൻ പോകുന്ന ഈ ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? നാഷണൽ ഹെറാൾഡ് കേസ് കോൺഗ്രസ് പാർട്ടി കൈവശം വെച്ചിരിക്കുന്ന അവരുടെ 700 കോടിയിൽ പരം വരുന്ന സ്വത്ത് കേവലം ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലീഗലായി, നിയമപരമാണെന്നല്ല നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിലേക്ക് നാഷണൽ ഹെറാൾഡിന്റെ സമ്പത്ത് മുഴുവൻ എത്തിച്ചേർന്ന ഒരു നടപടിയാണ്. അതൊരു നിയമവിരുദ്ധമായ അഴിമതിയാണ്. ഈ അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോഴാണ് ED ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയുടെ ഭയം ഈ സ്വത്ത് കണ്ടുകെട്ടുന്ന 700 കോടിയൊന്നുമല്ല. 700 കോടി എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ 70 പൈസയുടെ വിലയേ ഉള്ളൂ സോണിയാഗാന്ധിക്ക്. ഈ ഒരു കേസ് പിടിക്കപ്പെട്ടാൽ അതിന്റെ പിന്നാലെ പിടിക്കപ്പെടാൻ പോകുന്ന സഹസ്ര കോടികളുടെ നിരവധി അഴിമതി പരമ്പരകളാണ് അവരെ അസ്വസ്ഥരാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ച് വിദേശത്ത് കൊണ്ടുപോയി ആയിരക്കണക്കിന് കോടി രൂപ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ
എന്നുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ഇന്ത്യയിൽ തന്നെ പല മറ്റ് ട്രസ്റ്റുകളും പാർട്ടിയുടെ പേരിലും അതല്ലാതെ പൊതുവായ പേരിലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം അനുവദിക്കപ്പെട്ട രീതിയിലും സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ നിരവധി കേസുകൾ ഇതിനോടനുബന്ധിച്ച് അന്വേഷണ വിധേയമാവുകയും അതൊക്കെ തന്നെ നിയമവിരുദ്ധമായി സോണിയ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ സോണിയാഗാന്ധി വയസ്സനാം കാലത്ത് ജയിലിലാകുമോ, അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ജയിലിലാകുമോ, അവരുടെ രാഷ്ട്രീയ മോഹങ്ങൾ പൂവണിയാതെ പോകുമോ എന്നൊരു ഭയമുണ്ട്. ഇപ്പോൾ ഒരു വലിയ ഭയം കൂടി വരുന്നത് റാണയെ പോലെയുള്ളവര് വിദേശത്ത് പോയി ഒളിച്ചിട്ട് പോലും കൈയോടെ പൊക്കി ഇവിടെ കൊണ്ടുവന്ന് ചങ്ങലയിട്ട് പൂട്ടി വിചാരണ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ED അവരെയും കൊണ്ട് രാജ്യം മുഴുവൻ നടക്കുന്നു. അതുകൊണ്ട് നാളെ എനിക്ക് ഇറ്റാലിയൻ പാസ്പോർട്ട് ഉണ്ട്, എനിക്ക് അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ട്, ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ട്, നാളെ രാജ്യരാമാനെ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി ഇറ്റലിയിൽ പോയാൽ പോലും അവിടെ ചെന്ന് പൊക്കി ഈ അമ്മയും മക്കളെയും കൂടോടെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. ചങ്ങലയിട്ടാണോ അല്ലയോ എന്നുള്ളത് അന്നേരം കാണാം. അങ്ങനെ കൊണ്ടുവരും എന്നുള്ള ഒരു അവസ്ഥയും കൂടി ഇപ്പൊ കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊള്ളക്കാർ ഭയപ്പെടുകയാണ്. ഡൽഹിയിലെ കൊള്ളക്കാരും തിരുവനന്തപുരത്തെ കൊള്ളക്കാരും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ ED യുടെ രണ്ടുപേരും നടപടി ഒരേ മുന്നണിയിലാണ് കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യ മുന്നണി. അതെ, ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികളാണ് ഇവര്. അപ്പോൾ ഇവര് തമ്മിൽ കാലാകാലങ്ങളായിട്ടുള്ള സഹകരണങ്ങളും ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരും. അല്ല, നമ്മൾ നോക്കുക, ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു കിടിലൻ ഘടകകക്ഷി ആയിരുന്നല്ലോ ആം ആദ്മി പാർട്ടി. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ആം ആദ്മി പാർട്ടി ഭാഗത്തായി അതെല്ലാം അവരുടെ കേസുകൾ രാഷ്ട്രീയ ഇപ്പോൾ വേട്ടയാടലാണല്ലോ സർ. അതെ, ഇതൊക്കെ വരുമ്പോൾ ഇവർ പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ വേട്ടയാടലാണ്, ശത്രുതയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി മമതാ ബാനർജിയുടെ കാര്യങ്ങൾ വരാനിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ പറയുന്ന മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും CPM-ഉം എല്ലാവരും ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളായതിന്റെ രഹസ്യം ഇനി പുറത്തു വരും. DMK കുറിച്ച് ഒരു കേസ് വരുമ്പോൾ അറിയാം DMKയുടെ കാര്യം. പക്ഷെ ഇവിടെ ഇവര് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ജാമ്യമുണ്ട്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ വൈരികളാണ്, BJPയുടെ മറുവശത്ത് നിൽക്കുന്നവരാണ്. പക്ഷെ ഇവിടെ ചോദ്യം ചോദിക്കേണ്ട അതല്ല, എന്തുകൊണ്ട് ഇവരൊക്കെ BJPയുടെ മറുവശത്തായി? കാരണം ഇവര് കൊള്ളക്കാരുടെ കൂട്ടു സങ്കേതമാണ്. അപ്പൊ കൊള്ളക്കാരെല്ലാം കൂടെ കൂടി ഒരു മുന്നണി ഉണ്ടാക്കിയതാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊള്ളക്കാരുടെ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഭയപ്പെടാൻ തുടങ്ങുന്നത് അവരുടെ ട്രാക്ക് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ്. ലാലു പ്രസാദ് യാദവ് ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലാലു പ്രസാദ് യാദവിന്റെ അവസ്ഥ എന്താ? JMM ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ എന്താ? ഈ ഇന്ത്യ മുന്നണിയിലെ ഓരോ ഘടകകക്ഷികളും ഓരോ കാലഘട്ടത്തിലും അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അവരെന്താണ് ചെയ്തിരുന്നത്. അപ്പോൾ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കോഴി കട്ടവന്റെ തലയിൽ പപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ചെയ്ത പ്രവൃത്തികൾ അവരെ വേട്ടയാടുമ്പോൾ അത് BJP വിരോധമാണ്, RSS അജണ്ടയാണ്, ഭരണകൂടം വേട്ടയാടുകയാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെയുള്ള ക്ലീഷേ ഉപയോഗിച്ചാൽ കഴുകിക്കളയാൻ കഴിയുന്ന പാപമല്ല ഇന്ന് ഇന്ത്യ മുന്നണി നേതാക്കന്മാരിനുള്ളത്. അതിലേറ്റവും സുപ്രധാനമായ കോൺഗ്രസിന്റെയും CPM-ന്റെയും തലപ്പത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ പിടികൂടുന്ന രണ്ട് കേസുകൾ ഒരേ സമയത്ത് സജീവമായി എന്ന് പറയുമ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഉടനെ എങ്ങും തെരഞ്ഞെടുപ്പില്ല. ഇനിയിപ്പോ 1 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അല്ലെ 2 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയാമെന്നല്ലാതെ അതിന്റെ പേരിലല്ല ഈ സംഭവം നടക്കുന്നത്. ഇന്ത്യയിലെ നിയമപരമായ അന്വേഷണ ഏജൻസികൾ തെളിവുകളിലേക്ക് എത്തി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതെല്ലാം പക്ഷെ എല്ലാവരും പറയുന്നത് ഇപ്പൊ സാറ് പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പുകൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ഇപ്പുറമാണോ എന്ന്. പക്ഷെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ ചാനൽ ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ് ഒക്കെ ഘോരഘോരം പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും ഒക്കെ. പക്ഷെ ഞാൻ കാത്തിരിക്കുന്നത് ഈ നാഷണൽ ഹെറാൾഡ് കേസ് കൂടി ചർച്ചയാവുകയാണെങ്കിൽ ഇവർ എത്തരത്തിലായിരിക്കും EDയുടെ ഈ നീക്കത്തെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക എന്നത് കൂടിയല്ലേ. അത് നമ്മൾ എങ്ങനെയായിരിക്കും ഇവർ പ്രതിരോധിക്കുക? അല്ല, പ്രജിത ചോദിക്കുന്ന ഈ കാര്യം ഇവിടെ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ പല വിഷയങ്ങളിലും ഇവർ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. അതായത് വഖഫിന്റെ വിഷയം വന്നു, ഇവർ ഒറ്റക്കെട്ടാണല്ലോ, ഒരേ സ്വരമാണല്ലോ. അയോധ്യ വിഷയം വന്നു, ഒരേ സ്വരമാണല്ലോ.
370-ാം വകുപ്പ് വന്നു, ഒരേ സ്വരമാണല്ലോ. മുത്തലാഖ് വന്നു, ഇവർക്ക് ഒരേ അജണ്ടയാണല്ലോ. എന്ന് പറയുന്നത് പോലെ ഈ അന്വേഷണം, അതായത് EDയുടെ അന്വേഷണം അല്ലെങ്കിൽ SFIU അന്വേഷണം, ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ ഇന്ത്യ മുന്നണിയെ വീണ്ടും ഒറ്റക്കെട്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരിലെ ഓരോ ഘടകകക്ഷികളും ഇതിൽ ഓരോ കേസിലെങ്കിലും പ്രതിയാകുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു നിന്ന് യോജിച്ച് പോരാടും എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കേസിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സോണിയാഗാന്ധി EDക്കെതിരെയുള്ള വലിയ പ്രക്ഷോഭം നടത്തുമെന്ന് നമുക്ക് കരുതാം. കാരണം യോജിച്ചു നിന്ന് തീർച്ചയായും. അങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് സാധ്യത കാണുന്നുണ്ട്. അതെ, അതെ, അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. നന്ദി സർ.